ഷാജി, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രദീപൻ പറയുന്നുണ്ട് ചേർത്തലയിൽ തണ്ണീർമുക്കത്തും ഭയങ്കര വെള്ളമാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റുന്നില്ല എന്ന് പ്രദീപൻ പറയുന്നുണ്ട്. മാവേലിക്കരയിലും ചെട്ടികുളങ്ങരയിലും മഴയാണ്, ഭയങ്കര മഴ എന്ന് വിനോദ് കുട്ടപ്പനും പറയുന്നു. എന്താണ് അവസ്ഥ ആലപ്പുഴയിൽ? വിനിഷ, ഇവരൊക്കെ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ക്യാമറാമാൻ കുട്ടനാട്ടുകാരനാണ്, പുളിങ്കുന്നുകാരനാണ്. പുള്ളി രാത്രി ഇന്നലെ പോയതാണ്. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ഓഫീസിൽ വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കാര്യം വീട്ടിൽ തന്നെ മുട്ടോളം വെള്ളമുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഇന്നലെയൊക്കെ ആ പ്രദേശത്ത് പോയിരുന്നു. ആ റോഡുകളൊക്കെ തന്നെ, ആ റോഡിൽ നമ്മൾ ഇന്നലെ വാഹനത്തിലാണ് പോയത്, ആ റോഡുകളൊക്കെ പൂർണ്ണമായിട്ട് മുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. കാര്യം ആ പ്രദേശത്ത് 2 പാടശേഖരങ്ങളിൽ ബണ്ട് തകർന്നിട്ടുണ്ട്. ഈ ബണ്ട് തകരുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കൊക്കെ കയറുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു വെച്ചിട്ടുണ്ട്. ഇന്നലെ മെനിഞ്ഞാന്ന് 2 ദിവസം മുൻപാണ് തുറന്നത്. അതുകൊണ്ട് തന്നെ ഇനി പടിഞ്ഞാറ് ശരിക്കും കടൽ കൂടി നിൽക്കുന്നതുകൊണ്ട് ഈ കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത കുറവാണ്. അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ മാത്രമേ ഈ കിഴക്ക് നിന്നുള്ള വെള്ളം കടലിലേക്ക് ഒഴുകി പോവുകയുള്ളൂ. ഇപ്പോൾ ശക്തമായ തിരമാല കിഴക്കോട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ ഈ കിഴക്ക് നിന്നുള്ള വെള്ളം കടലിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഇറിഗേഷൻ വകുപ്പുകാരും മറ്റും പറയുന്നത്. അതുകൊണ്ടാണ് നേരിയ തോതിലാണെങ്കിലും കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുള്ളത്. തീരദേശ മേഖലയിലും കടലാക്രമണം രൂക്ഷമാണ്. മൊത്തം ഏതാണ്ട് 700ഓളം വീടുകൾ ഭാഗികമായും 12 വീടുകൾ പൂർണ്ണമായും കുട്ടനാട്ടിലും അതോടൊപ്പം തന്നെ അപ്പർ കുട്ടനാടൻ മേഖലയിലും ജില്ലയിൽ പൊതുവെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തന്നെ ഉണ്ട്. നമുക്ക് പുറത്ത് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള മഴയും ശക്തമായ കാറ്റുമുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീഴുന്നത് പതിവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജനങ്ങളും ജാഗ്രതയിലാണ്. ആരും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി പലരും ബന്ധുവീടുകളിൽ അഭയം പ്രാപിക്കേണ്ട ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളത് ആ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം ഭയാനകമായ രീതിയിലാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം 2018 ശേഷം ഒരു പ്രളയ സാധ്യതയില്ല. കാര്യം കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ പഠനവിധേയമായി തന്നെ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കടൽ ശക്തമായി നിൽക്കുന്നൊരു സാഹചര്യമായതുകൊണ്ട് കിഴക്ക് നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലെത്തിയാലും അത് കടലിലേക്ക് ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതെന്തായാലും ആ വേലിയേറ്റം കഴിയുമ്പോൾ അത് എന്തായാലും കടലിലേക്ക് ഒഴുകിപ്പോകും. അപ്പോൾ കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴും എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പറയുന്നത്. വിനിഷ. ഷാജി, ക്യാമറാമാൻ ഇല്ലാത്തത് അറിയാനുണ്ട്. ഷാജി ചെറുതായിട്ടൊന്ന് ഫോക്കസ് ഔട്ടാണ് ഫ്രെയിമിൽ. ഏതായാലും വാർത്തയെ സംബന്ധിച്ച് കൃത്യമായ ഫോക്കസ് ഔട്ട് അല്ലാതെ ഫോക്കസ് ഇന്നിൽ നിന്ന് തന്നെയാണ് കൃത്യമായി ഷാജി കാര്യങ്ങൾ പറയുന്നത്. ഷാജി, കുട്ടനാട്ടിലെ അവസ്ഥ എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ തീരത്തടിഞ്ഞതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക താൽക്കാലിക സമാശ്വാസ പാക്കേജൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. 1000 രൂപയും 6 കിലോ അരിയും അത് ആലപ്പുഴയിലെ ഈ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്കും ലഭ്യമാകുന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇനി ട്രോളിംഗ് നിരോധനം വരാനിരിക്കുകയാണ് ജൂൺ 9 മുതൽ. അപ്പോൾ തീരദേശ മേഖലയിലെ കാലാവസ്ഥയുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ്? വിനിഷ, തീരദേശ മേഖലയിൽ നമുക്കറിയാം നേരത്തെ തന്നെ ശക്തമായ കടലാക്രമണമായതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഈ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ച ഒരു അപകടം. അത് ഏറ്റവും കൂടുതൽ ദുരന്തം വിധിച്ചത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. കാര്യം സാധാരണക്കാരായ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് പകരം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി പ്രചരിപ്പിച്ചതോടെ എന്തായാലും മത്സ്യം പിടിച്ചു കൊണ്ടുവന്നാൽ പോലും അതിന് കാര്യമായ രീതിയിൽ വില കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന നേതാക്കൾ തന്നെ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. പി ചിത്തരഞ്ജൻ MLA അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, കാര്യം ഈ കപ്പൽ സാധാരണ പോകുന്ന 50 നോട്ടിക്കൽ മൈലാണ്, അതിന് വളരെ തീരത്തോട് ചേർന്നാണ് ഇത് പോയിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇത്രത്തോളം കാര്യമായ ഒരു ഭീഷണിയും അപകട ഭീഷണിയും ഒക്കെ തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തീരദേശത്തെ
മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തരമായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ എറണാകുളത്ത് ചില പ്രതിഷേധ സമരങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തീരദേശ മേഖലയിലെ മത്സ്യങ്ങൾക്ക് യാതൊരുവിധ അപകടകരമായ മത്സ്യങ്ങളല്ല, അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് പഠനവിധേയമായി ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രചരണം ജനങ്ങൾക്കിടയിൽ നൽകുന്നതിന് വേണ്ടിയിട്ട് മത്സ്യസദ്യ എന്നുള്ള പേരിൽ തീരദേശ മേഖലയിൽ വ്യാപകമായിട്ട് മത്സ്യം കഴിക്കുന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ ജനപ്രതിനിധികൾ അടക്കം ഇറങ്ങി നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയിൽ, തീരദേശ മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുന്ന രീതിയിൽ നേരത്തെ കഴിഞ്ഞ ദിവസം പി ചിത്തരഞ്ജൻ MLA പറഞ്ഞൊരു വാക്കുണ്ട്. കാര്യം പ്രളയങ്ങൾ വരുമ്പോൾ നമ്മളെ സൈന്യമായിട്ടാണ് തീരദേശ മേഖലയിലെ ഈ മത്സ്യത്തൊഴിലാളികളെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അവർക്കൊരു അപകടം വരുമ്പോൾ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവരെ സഹായിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും അദ്ദേഹം കഴിഞ്ഞ ദിവസം മുന്നോട്ട് വയ്ക്കുകയുണ്ട്. എന്തായാലും തീരദേശ മേഖലയിൽ നേരത്തെ വിൻഷ സൂചിപ്പിച്ച പോലെ തന്നെ കടലാക്രമണം രൂക്ഷമാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ കഴിയുന്നില്ല. മത്സ്യമായിട്ടും അവർ ഈ കണ്ടെയ്നർ വിഷയം വന്നുകൂടി അവർ മാനസികമായിട്ട് ഏറെ തളർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അവർക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ഈ പാക്കേജിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ കാണുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. മഴ ഏത് രീതിയിലാണ് ആലപ്പുഴയെ ബാധിച്ചിട്ടുള്ളത് എന്ന് പറയുകയായിരുന്നു ഷാജഹാൻ.